വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഇപ്പോൾ നാം ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധ ഗ്രൂപ്പുകളോട് ഓരോ ദിവസവും തന്നെ മാർപ്പാപ്പയ്ക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദേശങ്ങളാണ്, അത് വ്യത്യസ്തമായ സ്വഭാവമുള്ള സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പുരോഹിതന്മാരോട് പറഞ്ഞ ഒരു പ്രസംഗം ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കാം. മാർപ്പാപ്പ ഇത് പറഞ്ഞത് തിരുഹൃദയ തിരുനാളിൻ്റെ അന്നാണ്. റോമിലൊക്കെ വൈദികരുടെ വിശുദ്ധീകരണ ദിനമായിട്ടും ആചരിക്കുന്നത് അന്നാണ്. അതിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, എന്നും എക്കാലത്തും പ്രസക്തമായ വാക്കുകൾ തന്നെയാണ് അവിടെയും നമ്മൾ കാണുന്നത്. പുരോഹിതൻ എന്തായിരിക്കണം? പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് മാർപ്പാപ്പ പറഞ്ഞത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥാപകനായിരിക്കണം വൈദികർ എന്ന കാര്യമാണ്. അവിടുന്ന് ആദ്യം അവരെ വളരെ സന്തോഷത്തോടെ, മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെയും ആത്മവിശ്വാസത്തോടെയും കൂടെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത് എന്ന് അവരോട് പറഞ്ഞു. പ്രത്യേകിച്ച് റോമിലെ എല്ലാ വൈദികരും ഒന്നിച്ചു കൂടിയ സംഭവമാണിത്. സാധാരണ ലാറ്ററൻ പള്ളിയിലാണ് നടക്കുന്നത്. ഇവിടെ മാർപ്പാപ്പ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സ്നേഹത്തെ പ്രതി നമ്മളെ ഓരോരുത്തരെയും ആലിംഗനം ചെയ്യുകയും നല്ല ഇടയൻ്റെ പ്രതിച്ഛായയോടെ അനുരൂപരാക്കുകയും ചെയ്യുന്ന ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ മാംസമാണ് സ്നേഹത്തെ പ്രതി കുത്തി തുറക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയം എന്ന് ആദ്യമേ പറഞ്ഞു. നോക്കിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. സ്നേഹത്തെ പ്രതി നമ്മളെല്ലാം ആലിംഗനം ചെയ്യുന്നൊരു ഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ആ സ്നേഹമാണല്ലോ പ്രകടമാകുന്നത്. നല്ല ഇടയൻ്റെ ഒരു പ്രതിച്ഛായയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ആ പ്രതിച്ഛായ ആകാനുള്ളവരാണ് വൈദികർ. വീണ്ടും ഉള്ളത് ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ഒരു മാംസമാണ് തിരുഹൃദയം. അത് നിശ്ചലമായതല്ല, എന്നും ജീവിക്കുന്നതാണ്. കർത്താവിൻ്റെ ആ സ്നേഹം ആണ്. ആ ഹൃദയത്തിലാണ് മാർപ്പാപ്പ പറയുന്നു നമ്മുടെ ശുശ്രൂഷയുടെ യഥാർത്ഥ സ്വഭാവം നാം കണ്ടെത്തേണ്ടത്. അതിലാണ് തിരുഹൃദയം തരുന്ന സന്ദേശം. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നാം ആഗീരണം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിനോടുള്ള സ്നേഹമാണ് വൈദിക വിളിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. സുഖപ്പെടുത്തുകയും അനുഗമിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷകരമായ സാക്ഷികളാണ് വൈദികർ. ഈശോ എന്താ ചെയ്യുന്നത്? സുഖപ്പെടുത്തുന്നവനാണ് അവരെ എല്ലാവരെയും അനുഗമിക്കുന്നവനാണ്, അക്കമ്പനി ചെയ്യുന്നവനാണ്, അവരെ എല്ലാവരെയും വീണ്ടെടുക്കുകയും ചെയ്യുന്നവനാണ്. അവൻ്റെ സാക്ഷികളാകാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് വൈദികരോട് ആമുഖമായി പറയുകയായിരുന്നു. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഇന്നത്തെ തിരുനാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ സേവിക്കുന്നതിനായി പൂർണ്ണമായും സമർപ്പിക്കാനുള്ള ആഹ്വാനത്തെ നാം പുതുക്കണം. ഓരോ വർഷവും ഇങ്ങനെ പുതുക്കുന്നതിൻ്റെ കാരണം ഇതാണല്ലോ. നമ്മുടെ വിളിയിൽ ഒരു മാന്യം വല്ലതും സംഭവിച്ചാൽ, ഒരു മുരടിപ്പ് വല്ലതും ഉണ്ടായാൽ സാധ്യതയുണ്ട് മനുഷ്യനെന്നല്ലേ, അതിനെ പുനർജീവിപ്പിക്കാനുള്ള പുതുക്കാനുള്ള അവസരമാണിത്. അതെന്തിനാണ്? ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ ശുശ്രൂഷിക്കാൻ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ ദൗത്യം പ്രാർത്ഥനയോടെ ആരംഭിച്ച് പൗരോഹിത്യത്തിനായുള്ള നമ്മുടെ വിളിയുടെ പവിത്രമായ ദാനത്തെ നിരന്തരം പുനർജീവിപ്പിക്കുന്ന കർത്താവുമായുള്ള നമ്മുടെ ഐക്യത്തിലാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടെ ഈ ദൗത്യം, ദൈവജനത്തെ ശുശ്രൂഷിക്കാനുള്ള ദൗത്യം പ്രാർത്ഥനയോടെ ആരംഭിച്ച് പൗരോഹിത്യത്തിനായുള്ള നമ്മുടെ വിളിയുടെ പവിത്രമായ ദാനത്തെ നിരന്തരം പുനർജീവിപ്പിക്കുന്ന
കർത്താവുമായുള്ള നമ്മുടെ ഐക്യത്തിലാണ്. അപ്പം പ്രാർത്ഥനയിലൂടെയാണ് അത് നിരന്തരം നടക്കേണ്ടത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ കൃപയെക്കുറിച്ച് ഓർമ്മിക്കുക എന്നതിനർത്ഥം വിശുദ്ധ ആഗസ്തീനോസിനോട് ചേർന്ന് അദ്ദേഹം നമ്മോട് പറയുന്നത് പോലെ വിശാലവും ആഴമേറിയതുമായ ഒരു ആന്തരിക സദനത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ഏറ്റുപറച്ചിൽ എന്ന ഗ്രന്ഥത്തിലാണ് ആഗസ്തീനോസ് അത് പറയുന്നത്. വിശ്വാസവും ആഴമേറിയതുമായ ഒരു ആന്തരിക സദനത്തിലേക്ക്, ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഭൂതകാലത്തിൻ്റെ ഓർമ്മ നിലനിർത്തുകയും അതിൻ്റെ സമ്പത്ത് എപ്പോഴും നവീനവും സമകാലീനവും ആക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് എന്ന് നിലനിർത്തണം ആ ഓർമ്മ, അത് സമകാലീനമാക്കണം. അത്തരം ഓർമ്മയിലൂടെ മാത്രമേ കർത്താവ് നമ്മെ ഏൽപ്പിച്ചതും അവൻ്റെ നാമത്തിൽ കൈമാറാൻ നിയോഗിച്ചതുമായ ആ സമ്മാനം, പൗരോഹിത്യം എന്ന ദാനം നമുക്ക് അനുഭവിക്കാനും നവീകരിക്കാനും കഴിയൂ. ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തെ അവൻ്റെ ജീവിതത്തിലും ഒന്നിപ്പിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. അപ്പം നമ്മളെ വിളിച്ച വിളികൾ, നമ്മുടെ കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച്, വിളിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അനുസ്മരണം പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സ്നേഹത്തിൽ അനുരഞ്ജിപ്പിക്കപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കുന്നതിനായി ദൈവത്തിൻ്റെ വിശുദ്ധ ജനങ്ങളിലേക്ക് വചനവും രക്ഷയുടെ കൂദാശകളും എത്തിക്കാൻ നാം പ്രാപ്തരായിത്തീരുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മൾ വൈദികൻ ചെയ്യേണ്ട 2 കാര്യങ്ങളാണല്ലോ അത്. സ്നേഹത്തിൽ അനുരഞ്ജിപ്പിക്കപ്പെട്ട ഒരു ലോകത്തെ കെട്ടിപ്പടുക്കണം. അത് സാധിക്കുന്നത് വചനവും രക്ഷയുടെ കൂദാശകളും വഴി മാത്രമാണ്. അത് നന്നായി പരികർമ്മം ചെയ്യുന്നതിലൂടെയാണ് അനുരഞ്ജിക്കപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ മാത്രമേ ദൈവമക്കളെന്ന നമ്മുടെ യഥാർത്ഥ മനുഷ്യത്വവും പരസ്പരം സഹോദരീ സഹോദരന്മാരാണെന്ന യാഥാർത്ഥ്യവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയുടെ ഹൃദയത്തിൽ അവിടെ നമ്മൾ ഒന്നിക്കുമ്പോഴാണ്, അവിടെ എല്ലാവരും ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൂട്ടായ്മ അനുരഞ്ജനം സാധിക്കുന്നത്. പരസ്പരം നമ്മൾ സഹോദരീ സഹോദരന്മാരാണ്, വിശ്വാസികളും വൈദികരും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ കാരണങ്ങളാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഹൃദയംഗമമായ അഭ്യർത്ഥന നടത്തുകയാണ് എന്ന് പറഞ്ഞു. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥാപകരാവുക. അതാണ് വൈദികർക്ക് പരിശുദ്ധ പിതാവ് ഈ ദിനത്തിൽ നൽകിയ സന്ദേശം. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥാപകരാവുക. മാർപ്പാപ്പ കൂടെ പറയുന്ന ഒരു വാക്കാണ്, അനുരഞ്ജിക്കപ്പെട്ട ഒരു ലോകമുണ്ടാകണം. എല്ലാവരിലും ഐക്യമുണ്ടാകണം, സമാധാനമുണ്ടാകണം. ഈ കാര്യങ്ങൾ ഇവിടെ വൈദികരെ അതിന് മുൻകൈ എടുക്കേണ്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും പോലും മാർപ്പാപ്പ പറയുകയാണ്, പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ലോകമാണിത്. അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കാനും കൂട്ടായ്മ വളർത്താനും പുരോഹിതന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഐക്യവും സമാധാനവും കെട്ടിപ്പടുക്കുന്നതിന് മാർപ്പാപ്പ പറയുകയാണ്, ജ്ഞാനപൂർവമായ വിവേചന ശേഷിയുള്ളവരും തങ്ങളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരുമായ പ്രേക്ഷിതരാകുക ആവശ്യമാണ്. അപ്പോൾ നോക്കിക്കേ, സമാധാനമുള്ള ഐക്യമുള്ളൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ആദ്യമുണ്ടാകേണ്ട ജ്ഞാനപൂർവം അറിവ് വേണം, ജ്ഞാനം വേണം, വിവേകം വേണം, വിവേചനശേഷിയുള്ളവരായിത്തീരണം. കാര്യങ്ങളെ വിവേചിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു വരമാണത്. വിവേചിക്കൽ വളരെ വലിയൊരു വിവേചനത്തിന് കഴിയണം. അത് ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഒക്കെ പ്രവർത്തനം ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. മറ്റൊന്ന്, തങ്ങളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. എല്ലാ ആളുകളെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള വൈദഗ്ധ്യത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. അത് ഉണ്ടാകണം. വിഭജിപ്പിക്കുന്ന ഘടകങ്ങളല്ല,
വിഭജിപ്പിക്കാനുള്ള ശ്രമമല്ല നടക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രേക്ഷിത ദൗത്യം, അത് പ്രേക്ഷിത ദൗത്യമായും പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടുകയാണ് വേണ്ടത്. സങ്കീർണ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ക്ഷിപ്രവികാരങ്ങൾക്കും ഭയങ്ങൾക്കും മാറുന്ന ഫാഷനുകളുടെ സമ്മർദ്ദത്തിനും അതീതമായി ഉയരാനുമുള്ള കഴിവ് ഇതിന് ആവശ്യമാണ്. വൈദികരിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സങ്കീർണമായ സാഹചര്യങ്ങളാണ്, അവയെ മനസ്സിലാക്കാൻ കഴിയണം. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു വൈദികൻ വിളിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിനായി തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ സങ്കീർണമായ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ്, വിവേകമുണ്ടാകണം. അതാണ് ഒന്നാമത്തത്. പിന്നെ വ്യാഖ്യാനിക്കാൻ കഴിയണം അതിനെ ശരിയായ രീതിയിൽ. മറ്റൊന്ന്, നമ്മുടെ വികാരങ്ങൾ, പെട്ടെന്ന് വരുന്ന വികാരങ്ങളുണ്ട്, നമുക്കുള്ള ഭയങ്ങളുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പ്രത്യേകം മാർപ്പാപ്പ പറയുകയാണ്. അതിനെല്ലാം അതീതമായി ഉയർന്നു നിൽക്കാൻ പുരോഹിതന് കഴിയേണ്ടതുണ്ട്. ഐക്യദാർഢ്യമുള്ള നല്ല ബന്ധങ്ങളും കൂട്ടായ്മയുടെ ശൈലി പ്രകാശിപ്പിക്കുന്ന സമൂഹങ്ങളും കെട്ടിപ്പടുക്കുന്നതിലൂടെ വിശ്വാസം സൃഷ്ടിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന പ്രേക്ഷിത പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ഇതിന് അർത്ഥം. നാം എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഒരിക്കൽ കൂടി വിശദമാക്കുകയാണ് മാർപ്പാപ്പ. അതിതാണ് ഐക്യദാർഢ്യമുള്ള നല്ല ബന്ധങ്ങൾ, ഒന്നിച്ചു നീങ്ങുന്ന ദൃഢതരമായ ബന്ധങ്ങൾ, കൂട്ടായ്മയുടെ ശൈലി പ്രകാശിപ്പിക്കുന്ന സമൂഹങ്ങൾ, ഒന്നിച്ചു നിൽക്കുന്ന സമൂഹങ്ങൾ. വിഭജിക്കുന്ന, അകറ്റുന്ന, കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഒത്തിരി നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കെട്ടിപ്പടുക്കുന്നതിലൂടെ വിശ്വാസം സൃഷ്ടിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുക. ഊന്നൽ കൊടുക്കേണ്ടത് അവിടെയാണ്, വിശ്വാസത്തിനാണ്, വിശ്വാസ ജീവിതത്തിന്. അപ്പോൾ അതൊരു പ്രേക്ഷിത ദൗത്യമായി നമ്മൾ എടുക്കണം എന്നതാണ് പറഞ്ഞു വെച്ച്. അതാണ് പൗരോഹിത്യത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥാപകരാകുക എന്നാൽ, വീണ്ടും പറയാണ്, ഐക്യവും സമാധാനവും. മാർപ്പാപ്പ അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥാപകരാകുക എന്നാൽ ആധിപത്യം സ്ഥാപിക്കുക എന്നല്ല അർത്ഥം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. ആധിപത്യം പുരോഹിതന് പറഞ്ഞിട്ടില്ല, ഉണ്ടാകരുത്. എങ്ങനെയോ ചരിത്രഗതിയിൽ ആധിപത്യം പുലർത്തുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെയും അതാണ് പറയുന്നത് മാർപ്പാപ്പ. സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നത് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടല്ല, അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല, സ്നേഹത്തിലാണ് അത് നടക്കേണ്ടത്. പിന്നെയോ ശുശ്രൂഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പുരോഹിത ശുശ്രൂഷയാണ്. നമ്മൾ മനസ്സിലാക്കണം, പൗരോഹിത്യം ജനങ്ങൾക്കുമുണ്ട്, വിശ്വാസികൾക്കുമുണ്ട്. അവരെ നമുക്കറിയാം, പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് എല്ലാ വിശ്വാസികളും. മാമോദിസായിലൂടെ അത് ലഭിച്ചതാണ്. പത്രോസ് ശ്ലീഹ അത് എത്രയോ മനോഹരമായി പറഞ്ഞിരിക്കുന്നു തൻ്റെ ലേഖനത്തിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ അത് വളരെ വ്യക്തമായി എടുത്തിരിക്കും. ശുശ്രൂഷ പൗരോഹിത്യം അത് പൊതു പൗരോഹിത്യത്തിലുള്ള എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതിനുള്ളതാണ്. അവനെ ആധിപത്യത്തിൻ്റെ അടയാളമായി അവർ നേതൃത്വമുണ്ട്, ആ ശുശ്രൂഷ നേതൃത്വമാണ് എന്ന കാര്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തൊട്ട് അതിശക്തമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്. അത് മാർപ്പാപ്പ വീണ്ടും അടിവരയിട്ട് നമ്മളോട് പറയുകയാണ്. ശുശ്രൂഷിക്കുക എന്നാണ് സമാധാനം സ്ഥാപിക്കുക, ഐക്യം സ്ഥാപിക്കുക എന്നതിൻ്റെ അർത്ഥം. പുരോഹിത സാഹോദര്യം എന്നത് ഉത്തിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വിശ്വസനീയമായ അടയാളമായി മാറുന്നത് പുരോഹിതരെന്ന നിലയിൽ അത് നമ്മുടെ പങ്കാളിത്ത യാത്രയുടെ മുഖമുദ്രയാകുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുക. നീണ്ട ഒരു വാചകമാണ്. പുരോഹിതൻ്റെ സാഹോദര്യം എന്താണ്? ഉത്തിതൻ നമ്മോടുകൂടെ എന്നുമുണ്ട്. ആ ഉത്തിതൻ്റെ അടയാളമായി മാറുന്നവരാണ് പുരോഹിതന്മാർ. അവൻ്റെ സാന്നിധ്യത്തിലാണ് പുരോഹിതൻ നിൽക്കേണ്ടത്. അത് നാം മറ്റുള്ളവരോട് പങ്കാളിത്തത്തിൽ അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് സാധിക്കുന്നത്. സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോഴും സൂചിപ്പിച്ച കാര്യം അത് തന്നെയാണ്. പങ്കാളിത്ത സഭ, എല്ലാവരും ഒന്നു ചേർന്ന്
കെട്ടിപ്പടുക്കുന്ന കർത്താവിൻ്റെ ശരീരം പടുത്തുയർത്തുന്ന ദൗത്യത്തിലാണ് പങ്കുചേരുന്നത് എന്നത് ഓർക്കാൻ മാർപ്പാപ്പയും ലേയോ മാർപ്പാപ്പയും നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തിരുപ്പട്ട സ്വീകരണ ദിനത്തിൽ ദൈവത്തോടും അവൻ്റെ വിശുദ്ധ ജനത്തോടും നിങ്ങൾ പറഞ്ഞ അതേ യെസ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് മുന്നിൽ പുതുക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അന്ന് നിങ്ങൾ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അന്ന് പറഞ്ഞ ആ യെസ് കർത്താവിനോട് പുതുക്കി പറയാൻ ആവശ്യപ്പെടുകയാണ്. കൃപയാൽ നിങ്ങൾ രൂപപ്പെടട്ടെ. കൃപയാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. ആ ദിവസം ലഭിച്ച ആത്മാവിൻ്റെ അഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അന്നത്തെ ആ ചൈതന്യം നിലനിർത്തണം. അങ്ങനെ അവനുമായുള്ള ഐക്യത്തിൽ ലോകത്തിൽ ഈശോയുടെ സ്നേഹകുദാശയായി തീരാൻ നിങ്ങൾക്ക് കഴിയും. ഈശോയോടുള്ള ഐക്യത്തിൽ സ്നേഹത്തിൻ്റെ കുദാശയാവുകയാണ് വൈദികൻ. മാർപ്പാപ്പ പറയുന്നത് അങ്ങനെയാണ്. വ്യക്തിപരമായ ബലഹീനതയിൽ നിങ്ങൾ ഭയപ്പെടരുത്. നമ്മളെല്ലാം ബലഹീനരാണ്. എല്ലാം തികഞ്ഞ പുരോഹിതരില്ല. അവരെ അല്ല കർത്താവ് അന്വേഷിക്കുന്നത്. മറിച്ച് മാനസാന്തരത്തിന് തുറക്കപ്പെട്ടതും അവൻ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറുള്ളതുമായ എളിമയുള്ള ഹൃദയങ്ങളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ, വളരെ ആത്മീയമായ ഒരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് ഇതുവഴി നമുക്ക് നൽകുന്നത്. പ്രിയ സഹോദര വൈദികരെ, മാർപ്പാപ്പ അവസാനിപ്പിക്കുകയാണ്. കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ കേന്ദ്രമായും തിരുഹൃദയ ഭക്തി പുതുക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. നമുക്കറിയാം, തൻ്റെ അവസാന കാലഘട്ടത്തിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമാണല്ലോ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ദി ലെക്സിക് നോസ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അനന്തമായ സ്നേഹത്തെക്കുറിച്ച് മനോഹരമായൊരു രേഖയാണത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ ലേയോ മാർപ്പാപ്പ എഴുതിയത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആ കാര്യം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിച്ചതാണ്. ദി ലെക്സി തേ എന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നത്. നാം ഇന്ന് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ആ രേഖയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ആ രേഖയിലൂടെ തിരുഹൃദയ ഭക്തി പുതുക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അതിന് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് വൈദികരുടെ ജീവിതത്തിലും വിശ്വാസികളുടെ ജീവിതത്തിലും വളരെ പ്രസക്തിയുള്ള കാര്യമാണ് ലേയോ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആന്തരിക സംഘർഷങ്ങൾ മാത്രമല്ല, നാം ജീവിക്കുന്ന ലോകത്തിലെ കീറിമുറിക്കുന്ന പ്രശ്നങ്ങളെയും ഇവിടെ കൊണ്ടുവരാനും, കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും പരിഹരിക്കാനും നമുക്ക് കഴിയും ഈ ഭക്തി വഴി എന്ന് ലേയോ മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. കാരണം അവനിൽ, ഈശോയിൽ നമ്മൾ പരസ്പരം ആരോഗ്യകരവും സന്തോഷകരവുമായ രീതിയിൽ ബന്ധപ്പെടാനും ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യം കെട്ടിപ്പടുക്കാനും പഠിക്കുന്നു. അവിടുന്നിലാണ് നാം അത് പഠിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ നോക്കിക്കേ, മാർപ്പാപ്പ പറയാണ്, നാം ജീവിക്കുന്ന ലോകത്തിലെ കീറിമുറിക്കുന്ന പ്രശ്നങ്ങളെയും വിഭജിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും യുദ്ധങ്ങളും എല്ലാം കീറിമുറിക്കുന്ന അനുഭവങ്ങളാണല്ലോ. കീറിമുറിക്കുന്ന പ്രശ്നങ്ങളെയും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് പരിഹാരം കാണാനും സാധിക്കുന്നത് തിരുഹൃദയത്തിൻ്റെ മുമ്പിലാണ്. അവനിൽ നമ്മൾ പരസ്പരം ആരോഗ്യകരവും സന്തോഷകരവുമായ രീതിയിൽ ബന്ധപ്പെടണം. എല്ലാ മനുഷ്യരോടും ബന്ധപ്പെടേണ്ടത് ആരോഗ്യകരമായി സന്തോഷത്തോടെ ആയിരിക്കണം. നമുക്കറിയാം, അനാരോഗ്യകരമായ ബന്ധപ്പെടലുകൾ വളരെ അപകടകരമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സാധിക്കുന്നത്. ഈശോയിൽ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും നീതിയുടെയും രാജ്യം കെട്ടിപ്പടുക്കാനും പഠിക്കുന്നു. നമുക്കുണ്ടാകേണ്ട ഇതാണ് സ്നേഹവും നീതിയും.
വലിയ ദൈവരാജ്യം എന്ന് പറയുന്ന അതാണല്ലോ. ദൈവം ഭരണം നടത്തുന്ന, ഈശോ ഭരണം നടത്തുന്ന രാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രസംഗം നമ്മളെപ്പോഴും ഓർക്കണം. ഈശോയുടെ അതാണ് നീതിയും സ്നേഹവും പുലരുന്ന, കരുണയും പുലരുന്ന ഒരു ലോകമാണ് അതാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്, മനുഷ്യർക്ക് വേണ്ടത്. ഒരു മനുഷ്യോചിതമായ ലോകം കെട്ടിപ്പടുക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി ഐക്യപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ സാമൂഹിക അത്ഭുതം സാധ്യമാക്കാൻ കഴിയും. അതാണ് മാർപ്പാപ്പ പ്രത്യാശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി ഐക്യപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾക്ക്, പുരോഹിതൻ്റെ ഹൃദയങ്ങൾക്ക് ഈ സാമൂഹിക അത്ഭുതം, നീതിയും സ്നേഹവും കരുണയും നിലനിൽക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ട് കഴിയും. ഇത് മാർപ്പാപ്പയുടെ രേഖ, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന രേഖയുടെ 103-ാം നമ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതും വൈദികരുടെ ശ്രദ്ധയിലേക്ക് ലയോ മാർപ്പാപ്പ കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മളെല്ലാവരും, മാർപ്പാപ്പ തുടരുന്നു, പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഉടനീളം നമ്മൾ ചെയ്യുന്നത് അതാണ്. പ്രാർത്ഥനയിലും ക്ഷമയിലും ദരിദ്രരോടും കുടുംബങ്ങളോടും സത്യാന്വേഷണം നടത്തുന്ന യുവജനങ്ങളോടുമുള്ള അടുപ്പത്തിലും നമ്മുടെ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമാകട്ടെ എന്ന് ആണ് മാർപ്പാപ്പ ആശംസിക്കുന്നത്. ഒരു വിശുദ്ധ പുരോഹിതൻ തൻ്റെ ചുറ്റും വിശുദ്ധി വളർത്തുന്നുവെന്നത് മറക്കാതിരിക്കാനും മാർപ്പാപ്പ വൈദികരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളാണ് വിശുദ്ധി വളർത്തേണ്ടത് എന്ന കാര്യം. അപ്പോസ്തലന്മാരുടെ രാജ്ഞിയും പുരോഹിതന്മാരുടെ അമ്മയുമായ മറിയത്തിന് നിങ്ങളെല്ലാവരെയും പരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ആശീർവാദം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം ഉപസംഹരിച്ചത്. നമുക്ക് ഓർക്കാം, ഇത് വളരെ വളരെ മനോഹരമായ, അതേസമയം പുത്തനാശയമൊന്നുമില്ല എങ്കിൽ പോലും നമുക്കറിയാം, തിരുഹൃദയത്തോൽ ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ഈശോയുടെ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ എന്ന്. അതാക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രഭാഷണമാണിത്. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം.